ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആകാശ് മഹേഷിനെ വിളിച്ച് അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിൻ്റെ ഇഷിത എന്തേ, ഇഷിത അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല അല്ലേ, വന്നില്ല അല്ലേ നിൻ്റെ അടുത്തേക്ക്? നോക്ക്, ഞാൻ പോകുമ്പോഴേ അവളെ കണ്ടു, ഒരു അനാഥയെ പോലെ റോഡരികിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ അവളെ വിളിച്ചു, അവൾ എൻ്റെ കൂടെ വന്നു. ഇപ്പോൾ ഇഷിത എൻ്റെ വീട്ടിലുണ്ട്, എൻ്റെ കൂടെ എന്നൊക്കെ പറയൂട്ടോ. അതേക്കും മഹേഷ് ഒന്നും ഞെട്ടുന്നുണ്ട് കേട്ടോ. ഇനി പറഞ്ഞത് സത്യം തന്നെയാണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ദേഷ്യത്തോട് കൂടിയിട്ട് ഫോൺ കട്ട് ചെയ്യണ്ട മഹേഷ്. അപ്പോൾ രജനി ചോദിക്കും, ഇത്രയ്ക്കും വേണമായിരുന്നു? അപ്പോൾ ആകാശ് പറയും, ഇത് ഇഷിത എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞതാണോ? സാരമില്ല, എന്തായാലും അവനിത്തിരി വേണം എന്നൊക്കെ പറയാൻ കേട്ടോ. അവന് ഇത് കൊടുത്താൽ പോരാ, അവന് തുന്നം പാടണം എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ കഴിഞ്ഞ ശേഷം താനും തൻ്റെ ദേഷ്യം കുറച്ച് തീർത്തോ, ഇഷിത അവിടെ ഉണ്ടോയെന്ന് തള്ളനെ ചോദിക്കാൻ പറയട്ടോ. അതായത് സ്വപ്നവല്ലിനെ വിളിച്ച് ചോദിക്കാൻ പറയും. അങ്ങനെ സ്വപ്നവല്ലിനെ വിളിക്കാൻ കേട്ടോ. അപ്പോൾ ആരാന്ന് ചോദിക്കുമ്പോൾ ഞാൻ രജനിയാണ്, മഹേഷിൻ്റെ ആദ്യ ഭാര്യ. എന്നിട്ട് നല്ല സ്നേഹത്തോടു കൂടിയിട്ട് സംസാരിക്കും കേട്ടോ. നീ എന്തിനാടി എന്നെ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അമ്മനോട് സ്നേഹം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയൂട്ടോ ആദ്യം. എന്നിട്ട് ചോദിക്കും, ഇഷിത അവിടെ ഉണ്ടോ? ഇഷിതനെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറയൂട്ടോ. അപ്പോൾ ഒന്നും മിണ്ടാതെ സ്വപ്നവല്ലി നിൽക്കുമ്പോൾ പറയും, ഇല്ലല്ലേ, ഞാൻ അറിഞ്ഞിട്ടാ തള്ളയെ വിളിക്കുന്നത് എന്ന് പറയൂട്ടോ. പെട്ടെന്ന് തന്നെ തള്ളേന്ന് വിളിക്കുമ്പോൾ ആകെ ഞെട്ടിപ്പോവും കേട്ടോ സ്വപ്നവല്ലി. എന്നിട്ട് പറയും, തള്ളേ, നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങളുടെ പുതിയ മരുമകൾ കുലീനയാണ്, തറവാടിയാണ്, എന്നിട്ടിപ്പോൾ എവിടെ? കെട്ടിക്കേറി വന്ന മരുമോളെ നിങ്ങളിട്ടേച്ച് പോയില്ലേ എന്ന് പറയാൻ കേട്ടോ. സ്വപ്നവല്ലിയാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാതെ കണ്ണീരോട് കൂടിയിട്ട് രചന പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് നിൽക്കുകയാണ് കേട്ടോ. നിങ്ങൾ വീട്ടിൽ അവൾ നിൽക്കൂല എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യണേ. എന്നിട്ട് ആകാശ് രചനയോട് ചോദിക്കും, ഇപ്പം മനസ്സിന് ഒരു അല്പം നനവില്ലേ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ എന്ന് പറയും കേട്ടോ. എങ്കിൽ ആ നനവിനെ നമുക്ക് ഹോട്ടാക്കാം എന്ന് പറഞ്ഞിട്ട് ഇഷിതിനല്ല രചന തോളി പിടിച്ച് റൂമിലേക്ക് പോകും. പിന്നീട് ചിപ്പി മോള് ഇന്ന് കരയാണ്. സ്വപ്നവല്ലി ആണെങ്കിൽ ഭക്ഷണം കൊണ്ട് കൊടുത്തിട്ട് മോളെ ഭക്ഷണം കഴിക്കാമെന്ന് പറയുമ്പോൾ വേണ്ട, എനിക്ക് വേണ്ട എന്ന് പറയട്ടോ. മോളെ കഴിക്കി, അല്ലെങ്കിൽ നാളെ സ്കൂളിൽ പോകുമ്പോൾ തളർന്ന് വീഴുന്നൊക്കെ പറയും. അപ്പോൾ എൻ്റെ അമ്മ എവിടെയും ചോദിക്കും. അമ്മ ഡോക്ടറല്ലേ, അമ്മയ്ക്ക് എവിടെയോ ഒരു സ്ഥലത്ത് പോകാനുണ്ട്, അമ്മ അവിടേക്ക് പോയിരിക്കുക. അല്ല, എൻ്റെ അമ്മ അവിടേക്ക് പോയിരിക്കുന്നത് ഒരു സ്ഥലത്തേക്കും പോയിരിക്കുന്നതല്ല, ഡാഡി കാരനാണ് എൻ്റെ അമ്മ പോയത്. ആ ചേട്ടൻ ആരാ ഇങ്ങനെ എൻ്റെ അമ്മനെ കൊണ്ട് മാപ്പ് പറയിക്കാന്നൊക്കെ ചോദിക്കും. മോളെ അത് മോളുടെ സ്വന്തം ഏട്ടനാ. അല്ല, എൻ്റെ ഏട്ടനല്ല, എനിക്ക് എൻ്റെ അമ്മ മതി എന്നൊക്കെ പറയും കേട്ടോ ചിപ്പി. എനിക്ക് എൻ്റെ അമ്മയെ എന്ന് പറയും കേട്ടോ. എന്നിട്ട് പറയും, മോളെ ഭക്ഷണം കഴിക്കും മോളെ എന്ന് പറയും കേട്ടോ. അപ്പോൾ എനിക്ക് വേണ്ടാന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഇഷിത വരുമ്പോൾ അമ്മ എന്നോട് ചോദിക്കും, ചിപ്പി മോള് ഭക്ഷണം കഴിച്ചു എന്ന്. അപ്പം ഞാൻ പറയും, ചിപ്പി മോള് ഭക്ഷണം കഴിക്കാതായപ്പോൾ ഞാൻ പറഞ്ഞു അമ്മനോട് പറഞ്ഞു കൊടുക്കുന്നു, അമ്മനോട് പറഞ്ഞു കൊടുത്താലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ഞാൻ പറയും കേട്ടോ. അപ്പോൾ കൊച്ചു പറയും, അയ്യോ ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ. പക്ഷെ ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കും. അയ്യോ അത് വേണ്ട, അമ്മ വരുമ്പോൾ ചിപ്പി ഗുഡ് ഗേളാണെന്ന് പറയണം. എങ്കിൽ ശരി, ഇത് കഴിക്കി എന്ന് പറഞ്ഞിട്ട് ചിപ്പിനെ കൊണ്ട് ആ ഭക്ഷണം കഴിപ്പിക്കുകയാണേ. എന്നിട്ട് എൻ്റെ അമ്മയെ വേഗം കൊണ്ടുതരുമെന്ന് ചോദിക്കും കേട്ടോ. എവിടെ ഉണ്ടെങ്കിലും കൊണ്ടുതരണം, ആ മോളെ എവിടെ ഉണ്ടെങ്കിലും കണ്ടുപിടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് കൈയൊക്കെ കഴിക്കാനായിട്ട് പോകും. ഇതേ സമയം മഹേഷ് ആണെന്നുണ്ടെങ്കിൽ റൂമിൽ ഇങ്ങനെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ. ഇഷിതിനെ കൊണ്ട് മാപ്പ് പറയിക്കുന്ന ആ ഒരു സംഭവം ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് രാമനാഥൻ അവിടേക്ക് വരികയാണ്. എന്നിട്ട് രാമനാഥൻ പറയും, 100 പോയിരുന്നു, പക്ഷേ ഒരു രക്ഷയില്ല, ഇഷിത അവിടെ ഇല്ല. അവർ ഭയങ്കര സന്തോഷത്തിലാണ്. നാളെ ഇഷിതയ്ക്ക് വാർഷിക പൂജയാണ് അവരുടെ കുടുംബക്ഷേത്രത്തിൽ. അതിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അവർ. ഇഷിതയെ നാളെ ഒരു ദിവസത്തേക്ക് അങ്ങോട്ട് കൊടുക്കണം എന്നും പറഞ്ഞിട്ടുണ്ട് എന്നോട്. ഞാൻ അതിൻ്റെ മുകളിൽ കൂടെ എങ്ങനെയാണ് ഇഷിതിനെ കാണാനില്ല എന്ന് പറയാണ് മഹേഷ്. അപ്പോൾ സങ്കടത്തോടു കൂടിയിട്ട് ഇങ്ങനെ നിൽക്കട്ടോ. ഇഷിത ഇനി എൻ്റെ ജീവിതത്തിലേക്ക് വരില്ല, എൻ്റെ ജിപ്പിൻ്റെ ജീവിതത്തിലേക്ക് വരണോ വേണ്ടെന്നുള്ള തീരുമാനിക്കാനുള്ള ചോയ്സ് ഇഷിതയുടെ തന്നെയാണ്. ഇനി എന്തായാലും എൻ്റെ ജീവിതത്തിലേക്ക് അവൾ വരില്ല. അവൾ ആ മാപ്പ് പറഞ്ഞ സമയത്ത് അവളുടെ മുഖത്ത് നോക്കിയാൽ എനിക്കത് വായിക്കാമായിരുന്നു എന്നൊക്കെ പറയാണ്. അപ്പോൾ രാമനാഥൻ പറയായിരുന്നു, മറച്ചു വെച്ചത് തെറ്റായിപ്പോയി, ചിപ്പിക്ക് ഒരു അമ്മ വേണം എന്ന് മാത്രമേ ആദ്യം ആഗ്രഹിച്ചുള്ളൂ. അപ്പോൾ ഒരു മകനും കൂടി ഉള്ളത് അറിഞ്ഞ ചിപ്പിയല്ല ഇഷിത ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറിയെങ്കിലോ ചിപ്പിക്ക് അമ്മയില്ലാതെ പോകൂലേ. അതുകൊണ്ടാണ് ഈ രഹസ്യം അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചത്. ഇപ്പോൾ എന്തായി എന്നൊക്കെ ചോദിക്കുകയാണേ. അപ്പോൾ ഞാൻ എന്തായാലും ഹോസ്പിറ്റലൊന്ന് പോയി അന്വേഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് മഹേഷ് ഹോസ്പിറ്റലിലേക്ക് ചെല്ലാണ്. അവിടെ ചെന്നിട്ട് റിസപ്ഷനിസ്റ്റിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ഇല്ല മാഡം വന്നിട്ടില്ല, മാഡം നാളത്തേക്ക് ലീവ് പറഞ്ഞിട്ടുണ്ടല്ലോ. നാളത്തേക്കോ? നാളെ ലീവ് പറഞ്ഞിട്ടുണ്ട്.
എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി പോകും കേട്ടോ. അങ്ങനെ മഹേഷ് ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ സ്വപ്നവല്ലി ഇടയ്ക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ, കണ്ടോ എന്നൊക്കെ. അപ്പോൾ ഇല്ല അമ്മ, ഞാൻ വിവരം അറിയിക്കാമെന്നൊക്കെ മഹേഷ് പറയുന്നുണ്ട്. ഈ സമയത്ത് അവിടേക്ക് ഡോക്ടർ വരികയാണ്. ആ മഹേഷോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അത് ഞാൻ ഇഷിതനെ കൂട്ടിക്കൊണ്ടു പോകാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ കോൺടാക്റ്റ് ഒന്നുമില്ലേ? ഇഷിത ഇന്ന് വന്നിട്ടില്ലല്ലോ, നാളെയും ലീവാണ് എന്ന് പറയും. അത് ഞങ്ങൾ ചെറിയൊരു സൗന്ദര്യപ്പിണക്കം. നിങ്ങൾ തമ്മിൽ അങ്ങനെ സൗന്ദര്യപ്പിണക്കം വരാൻ സാധ്യതയില്ലല്ലോ. ഇഷിതയ്ക്ക് മഹേഷിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. എൻ്റെ ബോഡി ഗാർഡാണ് മഹേഷ് എന്നാണ് ഇഷിതയുടെ പറയാറ്. നല്ല കെയറിങ് ആണ്, നല്ല സ്നേഹമാണെന്നൊക്കെ പറയാറുണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ മഹേഷ് പറയും അങ്ങനെയൊന്നുമില്ല, ചെറിയൊരു അഭിപ്രായ വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്ന് പറയും. അപ്പോൾ എന്നിട്ട് മഹേഷ് അവിടെ നിന്ന് പോകും. ഇതേ സമയം സ്വപ്നവല്ലിയും രാമനാഥനും കൂടിയിട്ട് ഇഷിതനെ കണ്ടാവോ, ഹോസ്പിറ്റലിൽ ഉണ്ടാവുമോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇല്ല, വിളിച്ച് ചോദിച്ചതല്ലേ, ഹോസ്പിറ്റലിൽ ഇല്ല എന്ന് പറഞ്ഞതല്ലേ, എങ്കിലും മഹേഷ് ഒന്ന് പോയി അന്വേഷിക്കാമെന്ന് വിചാരിച്ചിട്ട് വീണ്ടും പോയിരിക്കുകയല്ലേ എന്ന് പറയും. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഇനി എന്താ ഒരു വഴി? ഇഷിത ഇനി ഇങ്ങോട്ട് വരുമെന്ന് തോന്നുന്നില്ല എന്നാണ് മഹേഷ് പറയുന്നത്. ചിപ്പി ഉപേക്ഷിക്കാൻ ഇഷിതയ്ക്ക് കഴിയില്ല. ചിപ്പി എന്തായാലും ഉപേക്ഷിക്കില്ല, ഇഷിത എന്തായാലും ഇങ്ങോട്ട് വരും, വരാതിരിക്കില്ല എന്നൊക്കെ ഭയങ്കര ആശ്വാസത്തോടു കൂടിയിട്ട് ഇങ്ങനെ സ്വപ്നവല്ലി പറയാണ്. എന്നിട്ട് പറയും, രചന എന്നെ വിളിച്ചിരുന്നു നാണം കെടുത്താൻ, ഇഷിത ഇല്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ തള്ളേന്ന് വിളിച്ചിട്ടാണ് പറഞ്ഞത് എന്നൊക്കെ പറയാണ്. രചന പറഞ്ഞ കാര്യങ്ങളൊക്കെ രാമനാഥനോട് പറയാണ്. അപ്പോൾ രാമനാഥൻ പറഞ്ഞു, രചനയൊന്നും മനുഷ്യവർഗത്തിൽപ്പെട്ടതല്ല. അപ്പോൾ സ്വപ്നവല്ലി പറയുന്നുണ്ട്, അത് രചനൻ്റെ കല്യാണം കഴിച്ച് അന്ന് തുടങ്ങിയതാണ് എൻ്റെ മോൻ്റെ കഷ്ടകാലം, ഇന്നും അവൻ്റെ കണ്ണീര് തോർന്നിട്ടില്ല എന്നൊക്കെ പറയും. എന്തായാലും ഇത്രയൊക്കെ സംഭവിച്ചില്ലേ, എന്തായാലും ഇഷിതിനെ കണ്ടെത്താൻ പറ്റുമായിരിക്കും എന്നൊക്കെ അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് മഹേഷ് അവിടേക്ക് വരാം. സ്വപ്നവല്ലി വേഗം ചെന്ന് ചോദിക്കുക, എന്തായി മോനെ, ഇഷിത ഹോസ്പിറ്റലുണ്ടോ ഇല്ല എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇല്ല, ഇഷിത ഹോസ്പിറ്റലിൽ ഇല്ല എന്ന് പറയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും എനിക്കറിയില്ല അച്ഛാ, ഇനി എന്ത് ചെയ്യുന്നു, ഇതൊക്കെ ഞാൻ കാരണമാണ്, എൻ്റെ ഭ്രാന്തൻ ചിന്തകൾ കാരണമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു പോയത്. എൻ്റെ മകനോടുള്ള എൻ്റെ അമിതമായ സ്നേഹം, എൻ്റെ കൂടെ നിൽക്കുന്ന പെണ്ണിനെ ഞാൻ ചതിച്ചു എന്നൊക്കെ ഇങ്ങനെ മഹേഷിനെ പറയുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ എനിക്കറിയില്ല എന്ത് ചെയ്യുന്നു, അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വരുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല, എന്നെയും ചിപ്പിനെയും അവൾ ഉപേക്ഷിക്കും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ രാമനാഥനാണെന്നുണ്ടെങ്കിലും സ്വപ്നവല്ലിയാണെന്നുണ്ടെങ്കിലും മഹേഷിനെ ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലാതെ വിഷമിക്കുകയാണ്. അപ്പോൾ എന്തായാലും ചിപ്പിയെ തേടി വരും എന്ന് സ്വപ്നവല്ലി ഉറപ്പ് കൊടുക്കുകയാണ് മഹേഷിന്. അപ്പോൾ രാമനാഥനും മഹേഷ് അകത്തേക്ക് കയറി പോകുമ്പോൾ രാമനാഥൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, എൻ്റെ മോൻ്റെ സങ്കടം എനിക്ക് കണ്ടു നിൽക്കാൻ വയ്യ എന്ന് സ്വപ്നവല്ലി പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇഷിത വരെ നമുക്ക് കാത്തുക, 100-1 കൂടെ പോയി അന്വേഷിച്ചാലോ, അതിനുള്ള മനക്കെട്ടില്ല എന്ന് രാമനാഥൻ പറയും. റൂമിൽ ചെന്നിട്ടാണെങ്കിൽ മഹേഷിന് സ്വസ്ഥത സമാധാനം കിട്ടുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും ഇരിക്കുകയും നിൽക്കുകയും ഒക്കെ ചെയ്യുകയാണ്. എന്നിട്ട് ഇങ്ങനെ ഇഷിതയെക്കുറിച്ച് ആലോചിച്ച് നിൽക്കുകയാണ്. എൻ്റെ ഭ്രാന്തൻ ചിന്തകൾ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, ഞാൻ എങ്ങനെയായി പോയത് എന്നൊക്കെ ഇങ്ങനെ മഹേഷ് സ്വയം ആലോചിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പ്രിയാമണി പൂജാമുറിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. എത്രയോ പ്രാർത്ഥിച്ചിട്ടാണ് എനിക്ക് നല്ലൊരു മരുമോനെ കിട്ടിയത്, എൻ്റെ മോൾക്ക് നല്ലൊരു ചെക്കനെ കിട്ടിയത്, നല്ല പഞ്ചാര പോലത്തെ ഒരു കൊച്ചിനെയും കിട്ടി. ഇത്രയും നല്ല സൗഭാഗ്യം തന്നതിനാണ് ഇന്ന് വാർഷിക പൂജ ചെയ്യുന്നത്. പിന്നെ സുജിയുടെ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ എന്നൊക്കെ ദൈവത്തിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ച് വരുമ്പോൾ സുജി പറയുന്നുണ്ട്, എന്തിനാണ് ഈ ചെന്നെ ഇത്ര നേരത്തെ എഴുന്നേൽപ്പിച്ച്, ഇത്ര നേരത്തെ എന്ന് പറയുന്നത് 5 മണിയോ 6 മണിയോ ഒന്നല്ലല്ലോ, 7 മണിയല്ലേ, 7 മണി തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. മോൾക്ക് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയുമോ എന്ന് ചോദിക്കുകയാണേ. അത് ഇന്ന് പൂജയല്ലേ? അതെ കണിയാമ്പറമ്പിൽ കാമാക്ഷിയമ്മയുടെ അമ്പലത്തിൽ പൂജ, അത്രയല്ലേ ഉള്ളൂ എന്ന് ചോദിക്കാൻ കേട്ടോ. അതെ, ഇഷിതച്ചിയുടെ പേരിൽ, അതെ അതിന് പോകണ്ടേ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ സുചിത്ര ഇങ്ങനെ മാഷ് കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് പ്രിയാമണി വരികയാണ്. ആഹാ എഴുന്നേറ്റോ എന്ന് ചോദിച്ചിട്ട് പ്രിയാമണി ഇങ്ങനെ പുണ്യാഹം തെളിച്ച് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ 101 കോണിബെല്ലടിക്കും കേട്ടോ. അപ്പോൾ സ്വപ്നവല്ലി എന്ന് വാതിൽ തുറക്കുമ്പോൾ പ്രിയാമണിയെ കാണുമ്പോൾ ആകെ ഒന്ന് ഞെട്ടു കേട്ടോ. എന്നിട്ട് പറയുന്നത്, ഞാൻ ബുദ്ധിമുട്ടിച്ചോ എന്ന് ചോദിക്കുകയാണ്. അയ്യോ എന്തിനാ പ്രിയാമണി, ഇവിടെ ഇത് സ്വന്തം വീട് പോലെ തന്നെ കരുതിക്കൂടെ? അല്ല, അതിരാവിലെ ആയതുകൊണ്ട് ചോദിച്ചതാ. ഇഷിത പറഞ്ഞില്ലേ ഇന്ന് വാർഷിക പൂജയാണ്, ഇഷിതയുടെ പേരിലാണ് പൂജ. മോള് പറഞ്ഞില്ലേ, മോള് പറയാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനായിട്ട് വന്ന് പറയുന്നത്. ഇന്നലെ രാമനാഥൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇഷിത പറഞ്ഞു എന്ന് പറയട്ടോ. സ്വപ്നവലിക്കാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ, ഇഷിതയെ കാണാനില്ല എന്ന് എങ്ങനെ പറയും? അങ്ങനെ പ്രിയാമണി ചോദിക്കുകയാണ്, ഇഷിത ഒരുങ്ങിയോ? ഭയങ്കര മടിയാണ് അവൾക്ക് ഒരുങ്ങാനായിട്ട് എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സ്വപ്നവലിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.